അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മാസം മൺമറഞ്ഞു പോയ ഔലിയാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന കടങ്ങൾ അള്ളാഹു വീട്ടി തരുമാറാവട്ടെ. അതിനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കളെ അള്ളാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യമായ ഇണകൾ അള്ളാഹു നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 3 ഇസ്മുകളെക്കുറിച്ചാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. എന്തിനാണ് ഈ 3 ഇസ്മുകൾ നമ്മൾ ചൊല്ലേണ്ടത്? രോഗശമനത്തിന് ഫലം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളാണ് ഈ 3 ഇസ്മുകൾ. ഇത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ രോഗങ്ങൾ ശിഫ ആകുന്നതാണ്. നമുക്ക് നോക്കാം. യാ സലാമു യാ അല്ലാ എന്ന ഇസ്മ, ഈ ഇസ്മ ആഫത്തുകളും മുസീബത്തുകളും ഇത് പതിവാക്കുന്നവർക്ക് എത്തുകയില്ല എന്ന് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 121 തവണ ദിവസവും നമ്മൾ ഈ ഇസ്മിനെ ചൊല്ലുകയാണെങ്കിൽ ഒരു ആഫത്തും മുസീബത്തും നമ്മളിലേക്ക് എത്തുകയില്ല. അതുപോലെ രോഗിക്ക് വേണ്ടി ചൊല്ലിക്കൊടുക്കുകയും അതുപോലെ ചൊല്ലി ഊതിയാൽ അവൻ്റെ രോഗങ്ങൾ ശിഫയാകുന്നതുമാണ്, സുഖപ്പെടുന്നതുമാണ്. അതുപോലെ യാ ഗഫാറു യാ അല്ലാഹ്, വേദനകൾ തടയും എന്നാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മളുടെ ശരീരവേദനകളൊക്കെ തടയും ഈ ഇസ്മ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ. അതുപോലെ പനിയുള്ളവനിക്ക് 3 പ്രാവശ്യം ഈ ഇസ്മ എഴുതി കൊടുത്താൽ പനി സുഖപ്പെടുന്നതാണ്. അതുപോലെ മരണമാസന്നമായ ഒരു രോഗിയാണെങ്കിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എഴുതി കൊടുക്കുകയും കലിമ ചൊല്ലാനുള്ള അവൻ്റെ നാവിന് ശക്തി പകരുകയും ചെയ്യുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ റൂഹ് വിട്ടുപിരിയാൻ പ്രയാസപ്പെടുന്നവരുടെ റൂഹ് പെട്ടെന്ന് വിട്ടുപിരിയുന്നതുമാണ്. യാ ഗഫൂർ യാ അല്ലാഹ്, ഈ ഇസ്മുകൾ ചെല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളറിയാതെ ചെയ്യുന്ന നന്മയാണ് നമ്മൾ ചെയ്യുന്ന ഷെയറും അതുപോലെ നമ്മൾ ചെയ്യുന്ന ലൈക്കും. മറ്റുള്ളവരിലേക്ക് ഇത് എത്താൻ വളരെ ഉപകരിക്കുന്ന ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളും നമ്മൾ ചെയ്യുന്ന ദിക്റുകളും സലാത്തുകളും ഇസ്തിഗ്ഫാറുകളൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളെല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി റാഹത്ത് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.